വീട്ടിൽ നിന്ന് ജോലി ചെയ്യുമ്പോൾ പലപ്പോഴും നമുക്കൊന്ന് റെഡിയാകാനും ഒന്ന് പ്രസൻറ്റബിളായിട്ട് നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാനും ഒക്കെ ഭയങ്കര മടിയാണ്. പക്ഷേ ശരിക്കും നമ്മുടെ മൂഡ് അപ്ലിഫ്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ് നമ്മൾ തന്നെ ഒന്ന് റെഡിയാകുക എന്നുള്ളത്. അപ്പോൾ എനിക്ക് ആദ്യം ഭയങ്കര മടിയുള്ള അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല എന്ന് ഞാൻ വിചാരിച്ചിരുന്നൊരു കാര്യമായിരുന്നു. പക്ഷേ നമ്മളങ്ങനെ ഒരു ഡ്രസ്സപ്പൊക്കെ ചെയ്ത് അത്യാവശ്യം ഒരു പ്രസൻറ്റബിളായി നമുക്ക് തന്നെ ഒരു ഫീൽ ഗുഡ് തോന്നുന്ന രീതിയിൽ നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പം അതിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ട്. പിന്നെ ഞാൻ പെട്ടെന്നൊക്കെ ഒന്ന് പുറത്തിറങ്ങാനാണെങ്കിലും അല്ലേ, ആ സമയത്ത് നമുക്ക് പിന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനും റെഡിയാകാനും അങ്ങനെയൊന്നും ആലോചിക്കേണ്ട കാര്യമില്ലല്ലോ. ഞാനൊരു 9 മണിക്കുള്ളിൽ ഒരു 8:40 ആ ഒരു സമയമൊക്കെ ആകുമ്പോൾ ഞാൻ ലോഗിൻ ചെയ്യും. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ബ്രേക്സ് ഒക്കെ എടുത്ത് അങ്ങനെ വർക്ക് ചെയ്യാനാണ് എൻ്റെ ഒരു പ്രിഫറൻസ്. പലരും വർക്ക് ഫ്രം ഹോം ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആ കമ്മ്യൂട്ടിലുള്ള ടൈം സേവ് ചെയ്യാൻ പറ്റും. ആ സമയം കൂടെ വർക്കിൽ സ്പെൻഡ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് പലർക്കും. നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യം, പ്രത്യേകിച്ച് നല്ല തിരക്കുള്ളപ്പോൾ നമ്മൾ ഇരിപ്പിൽ മണിക്കൂറുകളോളം അങ്ങ് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ലോങ് റണ്ണിൽ പല ഹെൽത്ത് ഇഷ്യൂസും ഇത് കാരണം വരാൻ സാധ്യതയുണ്ട്. പക്ഷേ നമ്മൾ പലപ്പോഴും അതിനെക്കുറിച്ചൊന്നും നമ്മുടെ ഒരു യങ് ഏജിൽ ചിന്തിക്കാറേ ഇല്ല. കുറച്ച് കഴിയുമ്പോഴാണ് ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ആലോചിക്കുക. എത്ര നേരത്തെ നമുക്ക് ഇങ്ങനത്തെ നല്ല ഹാബിറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമോ അത്രയും നല്ലത്. അതുപോലെ ഞാൻ മറക്കാതെ ചെയ്യുന്നൊരു കാര്യമാണ്, ഇതൊരു 1/2 ലിറ്ററിൻ്റെ ബോട്ടിലാണ്. ഞാനിപ്പോൾ അതിൽ വെള്ളം ഫില്ല് ചെയ്ത് വെച്ചിട്ട് ഉച്ചയാകുമ്പോഴത്തേക്കും ഒരു ബോട്ടിൽ ഫിനിഷ് ചെയ്യാം, ഉച്ച കഴിഞ്ഞ് ഒരു ബോട്ടിൽ ഫിനിഷ് ചെയ്യുക. അപ്പോൾ ആ ഒരു വർക്ക് അവേഴ്സിൻ്റെ ഇടയ്ക്ക് 1 ലിറ്റർ വെള്ളം കുടിക്കുക. പിന്നെ അതുപോലെ ഈ ഒരു സ്റ്റാൻഡിങ് ഡെസ്ക് എന്നെ എപ്പോഴും മൂവ് ചെയ്യുന്നതിനെക്കുറിച്ച് എന്നെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഒരു മീറ്റിംഗ് ഒക്കെ വരുമ്പോൾ ഞാൻ ബൈ ഡിഫോൾട്ട് സ്റ്റാൻഡിങ് മോഡിലോട്ട് മാറും. അതുപോലെ പതുക്കെ റൂമിൽ തന്നെ നടന്നുകൊണ്ട് അങ്ങനെയൊക്കെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാം. അപ്പം നമ്മൾ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ഹാബിറ്റ്സ്, പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു വർക്ക് ഫ്രം ഹോം എന്ന് പറയുമ്പോൾ നമുക്ക് ഒത്തിരി ഫ്ലെക്സിബിലിറ്റി ഉണ്ടല്ലോ, അത് നമ്മുടെ ഒരു ഹെൽത്ത് ബെനിഫിറ്റിനും കൂടെ വേണ്ടി യൂസ് ചെയ്യുക എന്നുള്ളത്. ഇതൊക്കെ ഹാബിറ്റ്സ് ആണ്. അപ്പോൾ നമുക്ക് പതുക്കെ എന്തെങ്കിലും ഒരു കാര്യം, ഇപ്പോൾ വെള്ളം കുടിക്കാൻ മടിയുള്ളവരാണെങ്കിൽ ജസ്റ്റ് വാട്ടർ ബോട്ടിൽ ഫില്ല് ചെയ്യുക, അതെപ്പോഴും കൂടെ കൊണ്ട് നടക്കുക. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും കൂടുതൽ വെള്ളം കുടിക്കും. ആൻഡ് മീറ്റിംഗ്സ് വരുമ്പോൾ എണീറ്റ് നിൽക്കുക അല്ലെങ്കിൽ പതുക്കെ നടക്കുക, അതൊരു നല്ല ഹാബിറ്റാണ്. നമുക്ക് വേണമെങ്കിൽ നല്ലൊരു ഹെഡ്സെറ്റ് മേടിക്കാം, അല്ലെങ്കിൽ കുറച്ചുകൂടെ നല്ലൊരു സ്പീക്കർ മേടിക്കാം. അപ്പം അത് ഒരിക്കലും നമ്മുടെ ഒരു വർക്കിന് തടസ്സമാകുന്ന ഒരു കാര്യമല്ല. അതുപോലെ ഫ്യൂ ടൈംസ് എങ്കിലും ചുമ്മാ പുറത്തൊക്കെ ഇറങ്ങുക, സൺലൈറ്റൊക്കെ ഒന്ന് കൊള്ളുക. എൻ്റെ ഡാലിയൊക്കെ ഇപ്പോഴാണ് വിരിഞ്ഞ് വരുന്നത് കേട്ടോ, ഭയങ്കര ലേറ്റായിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ കണ്ടിങ്ങനെ ഇതിൽ നടക്കുമ്പോൾ എനിക്ക് ഭയങ്കര റിഫ്രഷിംഗ് ആയിട്ട് തോന്നും. നമ്മൾ ഈ ലാപ്ടോപ്പിൻ്റെ മുമ്പിൽ തന്നെ കുത്തിയിരിക്കുമ്പോഴല്ല നമുക്ക് പലതിനും സൊല്യൂഷൻ കിട്ടുക. ഇതുപോലൊന്ന് പുറത്തൊക്കെ ഇറങ്ങി നേച്ചറൊക്കെ ഒന്ന് എൻജോയ് ചെയ്യുമ്പോൾ ശരിക്കും നമുക്കത് റിഫ്രഷിംഗ് ആണ്. ഇതാണ് ഇന്നത്തെ കുട്ടി വീഡിയോ. സീ യു ഇൻ അനദർ വീഡിയോ. ബൈ.